ഹെലിബറിയ ടീ കമ്പനി ഉടമയുടെ ധിക്കാരപരമായ നിലപാടാണ് ജില്ലാ ലേബർ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെടുവാൻ കാരണമെന്ന് യൂണിയൻ നേതാക്കൾ. തൊഴിലാളികളുടെ ആനുകൂല്യം നൽകുന്നതിൽ നടപടിയില്ലെന്ന നിലപാടാണ് ഉടമ സ്വീകരിച്ചത്. ജില്ലാ ലേബർ ഓഫീസറും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട്. ഹെലിബറിയ ടീ കമ്പനി ഉടമ തൊഴിലാളി ദ്രോഹ നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ശമ്പളം നൽകാത്ത നടപടിയാണ് സ്വീകരിച്ചു പോരുന്നത്. തൊഴിലാളികളോട് മനുഷ്യത്വരഹിതമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഉടമയുടെ ധിക്കാരപരമായ നിലപാടാണ് ജില്ലാ ലേബർ ഓഫീസിൽ നടന്ന ചർച്ച ബഹളത്തിൽ കലാശിച്ചത്. ലേബർ ഓഫീസറും ഉടമയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ചർച്ച വലിയ ബഹളത്തിലെത്തി. സസ്പെൻഷൻ നിയമപരമായി നടക്കട്ടെ എന്ന് നേതാക്കൾ പറഞ്ഞു. 10 ആവശ്യങ്ങളാണ് യൂണിയൻ നേതാക്കൾ ചർച്ചയിൽ ഉന്നയിച്ചത്. ഇതിലൊന്നുപോലും ചർച്ച ചെയ്യാൻ ഉടമ തയ്യാറായില്ല. തോട്ടം തുറക്കണമെന്ന് മാത്രമാണ് ഉടമ ചർച്ചയിൽ ഉയർത്തിയത്. തേയിലയ്ക്ക് സുവർണ കാലഘട്ടമാണ്. ലാഭം ലഭിച്ചാൽ ആനുകൂല്യം ചർച്ച ചെയ്യാമെന്ന നിലപാട് സ്വീകരിച്ച ഉടമ. ഇതോടെ യൂണിയൻ നേതാക്കൾ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു. തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമവും ഉടമയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനാൽ ഉടമയുടെ ധിക്കാരത്തിന് വഴങ്ങേണ്ട കാര്യമില്ലെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു. തൊഴിലാളികളെ പണിക്ക് അനുവദിക്കുന്നില്ല എന്ന് മാനേജ്മെന്റ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പെർമനന്റ് തൊഴിലാളികളെ 4 ഡിവിഷനിൽ പെർമനന്റ് തൊഴിലാളികളുടെയും പണി നിഷേധിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇന്നലെ ജില്ലാ ലേബർ ഓഫീസിന് മുമ്പിൽ ചർച്ച നടന്നു. ആ ചർച്ചയിലും മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് കൊടുത്തു തീർക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുന്നില്ല. ഞങ്ങൾക്ക് തോട്ടം നടത്തിക്കൊണ്ടു പോകുന്നതിന് തൊഴിലാളികൾ തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് തോട്ടം തുറക്കണം, തോട്ടം തുറന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കമ്പനി വലിയ നഷ്ടത്തിലെന്ന് പറഞ്ഞ് നഷ്ടക്കണക്കുകളാണ് കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ തോട്ട ഉടമ അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ നടന്ന ചർച്ചയിൽ ഈ തോട്ട ഉടമ പറഞ്ഞത് ഇപ്പോൾ നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, തേയിലയ്ക്ക് നല്ല വിലയുണ്ട്, ഈ വർഷം തന്നെ ഒരു 3 കോടി രൂപയുടെ ലാഭം കിട്ടുമെന്ന് ആ കോൺഫറൻസിൽ പറഞ്ഞെങ്കിൽ പോലും അതിനെ തുടർന്ന് അപ്പോൾ തൊഴിലാളികളുടെ PF എന്തുകൊണ്ട് നിങ്ങൾ അടയ്ക്കുന്നില്ല? PF തൊഴിലാളികൾക്ക് തൊഴിലാളി കണക്കിൽ നിന്ന് പിടിച്ച PF ഉടൻ തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അടയ്ക്കാൻ പറ്റത്തില്ല. അതിനെ കഴിഞ്ഞ 8 ദിവസമായി തോട്ടവും ഫാക്ടറിയും പ്രവർത്തിക്കുന്നില്ല. തോട്ടം പ്രവർത്തിച്ചില്ലെങ്കിൽ ഉടമയ്ക്ക് വലിയ നഷ്ടമുണ്ടാവും, തൊഴിലാളിക്ക് പട്ടിണിയും. ഇത് അവസാനിപ്പിക്കാനാണ് വിട്ടുവീഴ്ച മനോഭാവത്തോടെ യൂണിയൻ നേതാക്കൾ ചർച്ചയ്ക്ക് തയ്യാറായത്. CITU, AITUC, INTUC, BMS എന്നീ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് നേതാക്കളും കൺവീനർമാരുമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. ക്രിസ്മസിന് മുന്നോടിയായി തോട്ടം തുറക്കാൻ സാധ്യത അടഞ്ഞിരിക്കുകയാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.